ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ നല്ല കനത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ദിവസം ചില ദിവസം ഒരു വെയിലുണ്ടാവും, ബാക്കി എല്ലാ ദിവസവും മഴ തന്നെ കേട്ടോ. നല്ല വെള്ളമായിരിക്കണം ചുറ്റുഭാഗം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. നല്ല മഴ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ മഴ കൂടിയിട്ട് നല്ല വെള്ളമൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാടത്തിൻ്റെ അടുത്തായ കാരണം പെട്ടെന്ന് പാടമൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറി വരുന്നില്ല കേട്ടോ, പറമ്പിൻ്റെ അടുക്കൊന്നും വരാറില്ല, എന്നാലും പാടമൊക്കെ നല്ല വെള്ളം ഫുള്ള് വെള്ളമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ. കുറേ നേരം വൈകിട്ടാണ്, ഇപ്പോൾ 2-3 ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോ ഇടുന്നത്. കാരണം ഒന്നാമത്തത് ഓർഡർ കുറവാണ് കേട്ടോ, ഓർഡർ വളരെ കുറവാണ്. പിന്നെ വേറെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വന്നതിന് ശേഷം അവർ 4 മണിക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഇതേവരെ അത് സെറ്റായി വന്നിട്ടില്ല കേട്ടോ. ഓരോ തിരക്കിൽ വിട്ടിട്ട് ഒന്നും ശരിയായിട്ടില്ല. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാത്ത കാരണം തന്നെ നന്നായിട്ട് വ്യൂസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ കാരണം വീഡിയോ അടുപ്പിച്ചിടാത്ത കാരണമാണ് വ്യൂസ് നന്നായി കുറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടുമ്പോഴാണ് വീഡിയോ എല്ലായിടത്തേക്കും മുന്നേ സജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോവുക കേട്ടോ, ഓരോരുത്തരുടെ ഫോണിലേക്ക് ഇങ്ങനെ പോവുക, ഹോം പേജിൽ ഇങ്ങനെ വരുന്നത് കാണിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വ്യൂസ് കുറഞ്ഞ് വരും. ഇപ്പോൾ ഒരു 6 മാസം മുന്നേ വരെ എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, 2K 3K ഒക്കെ ഉണ്ടായിരുന്നു, അതിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ ഇടാത്ത കാരണം വ്യൂസ് നന്നായി കുറഞ്ഞിട്ട് തീരെ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നും എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഓർഡർ കുറവാണ്, ഇപ്പോൾ എല്ലാവർക്കും കുറവാണ്. എന്താ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഡെലിവറി ചെയ്യുന്നവരൊക്കെ പറയും, ഹോം ബേക്കേഴ്സൊക്കെ ഒന്ന് പറയട്ടെ, എന്താ അറിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അങ്ങനെ വല്ലപ്പോഴും ഓരോ ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്കിത് ഡെലിവറിക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് മഴയായിട്ട് കേട്ടോ. പിന്നെ ആളുമില്ല, കുട്ടികളും ഒന്നുമില്ല വീട്ടിൽ. ഇപ്പോൾ സ്കൂൾ തുറന്ന കാരണം ഇപ്പോൾ ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ വണ്ടി ഓടിക്കാറില്ല കേട്ടോ, അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പാടത്തൊക്കെ പോയി വന്നതിൻ്റെ ശേഷം വൈകുന്നേരം കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബ്രൗണി കേട്ടോ, കേക്കല്ല, ഒരു ബ്രൗണി കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഓർഡറൊന്നുമല്ല. അപ്പോൾ ഞാൻ അതൊന്ന് റെസിപ്പി കാണിക്കാം. മുന്നേ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട്, എന്നാലും ബ്രൗണി റെസിപ്പി നല്ല പെർഫെക്റ്റായിട്ട് അറിയാത്തവരൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഒരു കപ്പ് ചോക്ലേറ്റ് എടുക്കുക, ഒരു കപ്പ് നിറയെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്കല്ല ഡാർക്ക് കോമ്പൗണ്ട് എടുക്കുക, ഇത്തിരി മിൽക്ക് എടുക്കുക കേട്ടോ, അധികം വേണ്ട, ഒരു 1/4 കപ്പൊക്കെ മിൽക്ക് കോമ്പൗണ്ട് എടുക്കുക. അപ്പോൾ ഒരു കുറച്ചും കൂടി മധുരം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും 50 ഗ്രാം ബട്ടറും കൂടിയിട്ട് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ചോക്ലേറ്റ് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ, ഇത്തിരി ക്രീമും കൂടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക, ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മെൽറ്റാണ് പ്രശ്നമൊക്കെ മാറിയിട്ട്, മഴയപ്പോൾ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും ആകെ അലിഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ എളുപ്പമാണ്, ബീറ്റർ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, അതൊക്കെ എടുത്ത് കഴുകും പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്പാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടായാലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, ഈ പഞ്ചസാരയും അതുപോലെ ഈ ഒരു ചോക്ലേറ്റും ബട്ടറും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു വലിയ പീസ് 9 പീസ് ആക്കിയെടുക്കാൻ പറ്റും. നമുക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ 9 പീസിന് ഇവിടെയൊക്കെ ഒരു 6 പീസിന് 250-300 രൂപ ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഓരോ പീസിന് 50 രൂപ, അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ഏരിയ അനുസരിച്ചിട്ട് ഇതിന് റേറ്റ് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർത്ത് കൊടുക്കുക, ഒരു മീഡിയം സൈസിലുള്ള 2 മുട്ട ചേർത്ത് കൊടുക്കുക. അതിൽ ഒരുപാട് ബാറ്റർ ഇങ്ങനെ ലൂസാവാൻ പാടില്ല കേട്ടോ, അപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ 2 മുട്ട മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിൽ ഇത്തിരി വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാറ്റർ റെഡി ആവാൻ കേട്ടോ, അത്ര വേറെ പണിയൊന്നുമില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് മൈദയും അതുപോലെ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇളക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ മക്കളുണ്ട് കേട്ടോ, അവർക്ക് വൈകുന്നേരമായ കാരണം അവരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇത് അവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാണല്ലോ, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും കേട്ടോ, അല്ലെങ്കിലും വരുമൊക്കെ ചെയ്യും ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഓരോ സമയത്ത് ഓരോ മൂഡ് പോലെ വരും.
അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദമാവും അതുപോലെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടാൽ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ചേർത്താലും മതി കേട്ടോ, നല്ല ഡാർക്കാണെങ്കിൽ. അപ്പം എൻ്റെ ഈ ഒരു സമയത്ത് ടേബിൾ സ്പൂണിൻ്റെ ഒരു ഇത് കാണാനില്ല, കുറേ തിരഞ്ഞിട്ടും കണ്ടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ഫ്രിഡ്ജിൽ എന്തോ വെച്ചിട്ട് അങ്ങനെ മറന്നു പോയതാട്ടോ. അപ്പം ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നേരത്തെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പാട്ടോ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് ആവശ്യമില്ലല്ലോ, അപ്പോൾ നല്ലപോലെ കിട്ടും കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇതിലേക്ക് വേണ്ട. അപ്പോൾ ഇതിന് മുകളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിത് സ്പീഡിലിട്ട് കാണിക്കാൻ കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബാറ്ററി ഈ ഒരു സമയത്ത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ടൈറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ, ടൈറ്റായിട്ട് തന്നെയാണ് ഈ ഒരു ബാറ്ററി വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ എന്താ പറയുക, ഓവണൊന്ന് പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 180-ൽ ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തത് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ്, അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ പ്ലെയിനായിട്ട് കഴിച്ചാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ച് ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് സൈഡിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും, കാരണം അത് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കല്ലല്ലോ. അപ്പോൾ അത് കാരണം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ടാപ്പ് ചെയ്ത് 7 ഇഞ്ച് ടിന്നാട്ടോ, സ്ക്വയർ ടിന്നാണ്. അപ്പോൾ അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ പ്രീ ഹീറ്റാക്കാൻ വെച്ച ഓവനിൽ വെച്ച് കൊടുക്കാം. ഓവണില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം ചൂടാക്കിയിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യില്ല അതേപോലെ തന്നെ ബേക്ക് ചെയ്യാം. ഒരു 25 മിനിറ്റ് സമയമായിട്ട് എൻ്റെ ഓവനിൽ എടുക്കുന്ന സമയം. അപ്പോൾ ഓരോരുത്തരുടെ ഓവനിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഒരു ലെയർ പോലെ കുറച്ച് ഇങ്ങനെ കട്ടിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഒരു 20-25 മിനിറ്റ് സമയമായാൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി 8 അപ്പോൾ ഇതൊക്കെ ആയി പിടിച്ച് വരുമ്പോഴത്തേനും ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ വീഡിയോ എടുക്കണ കാരണം ഇത്തിരി നേരം വഴുകുമല്ലോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ചൂടോട് കൂടിയിട്ട് ആ ഒരു ടിന്നിൽ നിന്ന് എടുത്തു. അപ്പോൾ അതാണ് പൊട്ടിയത് കേട്ടോ. ചൂടാറിയിട്ടൊക്കെ സാവധാനം പോലെ എടുത്താൽ മതി. ഇത് കട്ട് ചെയ്യുമ്പോഴും നല്ല ചൂടോട് കൂടി കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ കുറച്ചിങ്ങനെ ഒരു ഉള്ളിൽ കുറച്ച് പൊടിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. നന്നായി ചൂടൊക്കെ മാറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. കൊടുക്കാനുള്ളതൊക്കെ ആണെങ്കിലേ നല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുക. അതുപോലെ ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതും ചൂട് മാറിയതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുന്നേരൊക്കെ അടിച്ചിട്ട് പിന്നെ രാത്രിയായി കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ തന്നെ അത് കഴിക്കണം. ഒരു ആയ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കൂട്ടോ, ഒരു സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും കിച്ചണിലേക്ക് വന്നിട്ട് ഇതായ റെഡിയായ നോക്കിയിട്ട് നിൽക്കും. അപ്പോൾ അത് നല്ല ചൂട് കൊടുക്കണം കൂട്ടി തന്നെ കട്ട് ചെയ്ത് വീഡിയോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ മുറിച്ച് കഴിക്കും ചിലപ്പോൾ അവർ. വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. ഇതിന് മുകളിൽ നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ഗണേശ, അപ്പോൾ അത് ഒരു പൈപ്പ് മേലിലേക്കാക്കിയിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് അങ്ങനെ ചേർക്കുന്നല്ല, അല്ലെങ്കിൽ ഇത്തിരി ഇങ്ങനെ മെൽറ്റായ പോലെ ആവും കേട്ടോ. ചൂട് നന്നായി മാറിയിട്ട് ഇതിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക നല്ലത്. പിന്നെ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും വിശേഷം എന്താ? കേക്കിന് ഓഫറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഒരു ഓഫർ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായി, എന്താ ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഓഫർ ഇട്ട് ഒറ്റ ഓർഡർ പോലും കിട്ടില്ല കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു വലിയൊരു ഓഫർ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ, വീഡിയോയിൽ കൂടെ കാണിക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തിട്ട് ഒരു ഇല പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ആക്കാൻ വേണ്ടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതെല്ലാവരും കഴിച്ചു. പിറ്റേ ദിവസത്തേക്ക് തന്നെ 2-3 പീസ് മോൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടൊക്കെ മാറിയാൽ നല്ല സെറ്റായിട്ട് വരും.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാത്രിയാണ് വിളിച്ച് പറഞ്ഞു കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ഒരു കേക്ക്. ശരിക്കും ഞാൻ ഓർഡർ ഇല്ലാത്ത കാരണം സാധനങ്ങൾ വാങ്ങിച്ച് വെക്കൽ കുറവാണ്. കാരണം ഓർഡർ വളരെ കുറവായ കാരണം കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ ഈ ഒരു കേക്ക് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ക്രീം ചോക്ലേറ്റൊക്കെ കുറവായിരുന്നു. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കുറച്ചുണ്ടായിരുന്നത് ആ ലെയറിലൊക്കെ വെച്ച് കൊടുത്തു, കുറച്ച് ചെറിയും ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ അത് മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് വാങ്ങിക്കാൻ പോകാൻ ഒരാളില്ല കേട്ടോ. അത് കാരണമാണ് കുട്ടികൾ പിറ്റേ ദിവസം ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റക്കുള്ളോ, എല്ലാവരും പോയിക്കണം കേട്ടോ, ആരുമില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും കടമൊന്നുമില്ല കേട്ടോ. അത് കാരണം നമുക്കത് വാങ്ങിക്കാൻ പോകാനൊന്നും പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ഞാനും ഇതുപോലെ വണ്ടിയൊന്നും ഓടിച്ചിട്ടൊന്നും പുറത്ത് പോവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ആരെങ്കിലും ഹെൽപ്പ് വേണം സാധനം വാങ്ങിക്കണമെങ്കിലും കേക്ക് ഡെലിവറി ചെയ്യണമെങ്കിലൊക്കെ. അപ്പോൾ അതാ പ്രശ്നം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ അടുത്ത വീട്ടിലേക്ക് തന്നെയാണ് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലൊക്കെ ലെയറിലൊക്കെ നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേലെ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ചോക്ലേറ്റ് ഗണേശ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് മേലെ ഡ്രിപ്പ് ചെയ്യണ പോലെ ഉള്ള ഒരു മോഡൽ ചെയ്യാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഐസിങ് ചെയ്തപ്പോൾ കുറച്ച് ക്രംസൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ ക്രീമും തന്നെ ഉള്ളൂ കേട്ടോ. ഈ ഒരു കേക്ക് ചെയ്യാനുള്ള ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ക്രീം മൊത്തം വെച്ചിട്ടാണ് ഈ കേക്ക് ഐസിങ് ചെയ്യുന്നത്. ബാക്കി ഇത്തിരി ക്രീം വെച്ചിട്ട് കുറച്ച് ഫ്ലവറും വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കേക്ക് ഞാൻ ഇത്തിരി നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചു. ഇതിന് മുകളിലാവും ഞാൻ പറഞ്ഞില്ല ഗണേശ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടായിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാനത് ചൂടുള്ള വെള്ളം അങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് കേട്ടോ. അപ്പോൾ ഞാനത് അത് ചൂടായിക്കോട്ടെ വെച്ചിട്ട് അത് അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആവി കയറിയിട്ടുണ്ട്, ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടാണ്. അങ്ങനെ ഞാനത് ആദ്യം പൈപ്പ് ചെയ്യുമ്പോൾ എല്ലാം പോലെ വന്നു. പിന്നെ മൊത്തം വെള്ളം വരൽ തുടങ്ങിയിട്ടാണ്. തീരെ നന്നായില്ല. പിന്നെ കേക്ക് നല്ല തണുപ്പുള്ള കാരണം പിന്നെ തണുപ്പാണല്ലോ അപ്പോൾ അത് കാരണം ഈ ചോക്ലേറ്റൊക്കെ പെട്ടെന്ന് മെൽറ്റാവും, പെട്ടെന്ന് കട്ടാവും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ആ ഒരു ട്രിപ്പ് ചെയ്തതൊക്കെ വെള്ളം പോലെ ആയിട്ട് ആദ്യം നല്ല പോലെ വന്നു, പിന്നൊക്കെ കുറേ വെള്ളം ഇപ്പോൾ വെള്ളമാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അങ്ങനെ ആയിട്ട് ഞാൻ ആകെ ടെൻഷനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കേക്കാണ്, ചില സമയത്ത് ഇങ്ങനെ നല്ല പണി കിട്ടും, അത് നിലക്കുള്ള അവസ്ഥയായിട്ടാണ്. ഇനി വേറെ ചോക്ലേറ്റും ഇല്ല, അത് പിന്നെ ഉരുക്കി ചെയ്യാൻ ചോക്ലേറ്റും ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ അത് ഇപ്പോൾ ഉള്ളതൊക്കെ അത് ഉള്ളിൽ വെള്ളമൊക്കെ മാറ്റി കുറേ അപ്പുറത്തെ പാത്രത്തിലേക്ക് വെള്ളവും ഈ ഇതൊക്കെ എല്ലാതും കൂടി കുറേ മാറ്റി എന്നിട്ട് അതൊക്കെ ആക്കി വെച്ചു. എന്നിട്ടും എങ്ങനെ നോക്കിയിട്ടും ഒരു വൃത്തിയിൽ വന്നില്ല കേട്ടോ. ഡ്രിപ്പ് ചെയ്യുന്നത് തീരെ ശരിയാവാണ്ടിരുന്നത് 2-3 ട്രിപ്പ് ശരിയായി, ബാക്കിയുള്ളതൊക്കെ വെള്ളം പോലെ വന്ന്. എന്നിട്ട് ഞാനിപ്പോൾ അതൊക്കെ മാറ്റുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ സൈഡൊക്കെ പിന്നെയും എടുത്ത് മാറ്റി, പിന്നെ ഐസിങ് ഒന്നും കൂടി കുറച്ച് ക്രീം വെച്ചു, സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒക്കെ ആക്കി എടുത്തു. മേലത്തെ പിന്നെ എടുത്ത് ഇല്ല കേട്ടോ. എന്തായാലും ആ ചോക്ലേറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തു ബാക്കിയുള്ള ക്രീം വെച്ചിട്ട്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഈ കേക്ക്. പിന്നെ കേക്ക് കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അതൊരു സമാധാനം കേട്ടോ. അങ്ങനെ ആയിട്ട് കേക്ക് കൊടുത്തു. കാരണം സാധനങ്ങൾ നമ്മളതിൽ കുറവായ കാരണേ പെട്ടെന്ന് ഇതുപോലെ ഒറ്റക്കാവുമ്പോൾ അതാ പ്രശ്നം കേട്ടോ. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ സാധനം കുറവാണെങ്കിൽ അത് കൊടുങ്ങും. പിന്നെ നമ്മൾ ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ വിളിച്ച് പോയി സാധനം മേടിക്കേണ്ടി വരും. അതിന് വേണ്ടിയുള്ള ഒരു ഇതും ഇല്ല കേട്ടോ, കാരണം ഒരു കേക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഓറിയോ ഉണ്ടായിരുന്നു, ഓറിയോ ബിസ്ക്കറ്റ്, അപ്പോൾ അത് പൊടിച്ചിട്ട് വെച്ച് കൊടുത്തു. പിന്നെ മേലെയും ഓറിയോ ഒക്കെ വെച്ച് ശരിക്കും പറഞ്ഞാൽ ഓറിയോ കേക്ക് പോലെ ആയിട്ടാണ്. കുട്ടികളൊക്കെ പറഞ്ഞത് എന്താ ഓറിയോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്, അത് ഓറിയോ കേക്ക് പോലെ ആയി. എന്നാലും ഉള്ളിൽ നല്ല കേക്കാട്ടോ, നല്ല ലെയറിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിന് മുകളിൽ പേരൊക്കെ എഴുതാണ്ടായിരുന്നു, പേരൊക്കെ എഴുതി ഒന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ പറഞ്ഞാൽ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഓർഡർ കുറവായ കാരണം വീഡിയോ ഇടാത്തത്. ഇനി ഇൻഷാല്ലാ ഓർഡർ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.